ഇംഗ്ലീഷ് ഫീലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റായി പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിലെ 15ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെയായിട്ട് ടെൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു അല്ലേ? പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് കംപ്ലീറ്റായി പഠിച്ചു. നമ്മളിനി എന്ത് ചെയ്യണം? ആ ടെൻസ് എക്സാമിന് വന്നാൽ എഴുതണ്ടേ അല്ലേ? എക്സാമിന് വരുമ്പോൾ നമ്മൾ തെറ്റിക്കാതെ എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേ നമ്മൾ എന്തുകൊണ്ട് തെറ്റിയത് എന്തുകൊണ്ടാണ്, അപ്പം അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റും. പരീക്ഷയ്ക്ക് നമുക്ക് നല്ല രീതിക്ക് പെർഫോം ചെയ്യാനും പറ്റും. അങ്ങനെ നമുക്ക് ജോലി കിട്ടും. ക്ലിയർ ആണോ? അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ഇത് മാത്രമല്ല മോഡൽ ക്വസ്റ്റ്യൻസും ഒരുപാട് ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യണം, ഒക്കെ ചെയ്യണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കുറച്ചും കൂടി പഠിച്ചിട്ട് ഇപ്പോൾ ടെൻസ് മാത്രം വെച്ചിട്ട് 1-2 ക്വസ്റ്റ്യനെ കിട്ടുള്ളൂ. അതാണ് ഞാൻ പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇടാത്ത. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ക്ലിയർ ആണല്ലോ? അപ്പം നമുക്ക് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൈ അങ്കിൾ ഡാഷ് എ മൂവി ദ പ്രീവിയസ് മന്ത്. ഇവിടെ നോക്കൂ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? വാച്ചിങ്, വാച്ച്, വാച്ച്ഡ്. ഇവിടെ നമുക്ക് എന്താ പ്രീവിയസ് മന്ത് തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഇത് പാസ്റ്റിൽ നടന്ന കാര്യമാണ്. അപ്പം നമുക്കിത് പാസ്റ്റ് ടെൻസേ വരുള്ളൂ എന്നറിയാം. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇവിടെ വാച്ചിങ്ങും വാച്ചും നമുക്ക് പാസ്റ്റ് അല്ല, ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വാച്ച്ഡ് ആണ് അല്ലേ? മൈ അങ്കിൾ വാച്ച്ഡ് എ മൂവി, സിമ്പിൾ പാസ്റ്റ്. അപ്പം നമുക്ക് ആൻസർ എന്തായിരിക്കും? വാച്ച്ഡ് എ മൂവി എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐ ഹാഡ് ഡാഷ് ടു ഓപ്പൺ ദ ഡോർ ഫോർ 5 minutes വെൻ മൈ വൈഫ് ഫൗണ്ട് ദ കീ. ഐ ഹാഡ് ഡാഷ് ടു ഓപ്പൺ ദ ഡോർ ഫോർ 5 minutes. ഒരു ആക്ഷൻ എന്താ പറഞ്ഞേ? കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ് അല്ലേ? കുറച്ച് പാസ്റ്റിൽ തുടങ്ങി പിന്നെയും, അതായത് 5 മിനിറ്റായി ഞാൻ കീ തിരയുമായിരുന്നു അല്ലേ? എൻ്റെ ഭാര്യ കണ്ടെത്തുന്നത് വരെ അല്ലേ? കണ്ടെത്തുന്നവരെ ഞാൻ കീ തിരയുമായിരുന്നു. ഓപ്ഷൻസ് നോക്കൂ, ട്രൈഡ്, ട്രൈ, ബീൻ ട്രൈ. നമ്മളെന്താ പറഞ്ഞേ? ഒരാക്ഷൻ ഒരാക്ഷൻ തുടങ്ങി കുറേ നേരം കംപ്ലീറ്റ് ചെയ്യുകയാണ്. പാസ്റ്റിൽ തുടങ്ങിയിട്ട് കുറേ നേരം നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? അത് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് എന്താ ഉപയോഗിക്കേണ്ടത്? ഹാഡ് ബീൻ ട്രൈയിങ് എന്ന് വരും അല്ലേ? ആൻസർ എന്താ? ഹാഡ് ബീൻ ട്രൈയിങ്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് പാസ്റ്റിൽ ഒരു ആക്ഷൻ തുടങ്ങിയിട്ട് കുറേ നേരം കണ്ടിന്യൂ ചെയ്തിട്ട് പാസ്റ്റിൽ തന്നെ അവസാനിക്കണമെങ്കിൽ നമുക്കതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐ വാഷ്ഡ് മൈ കാർ ആഫ്റ്റർ മൈ ഫ്രണ്ട് ഡാഷ്. ഇവിടെ നോക്കൂ, നമ്മൾ 2 പഠിച്ചിട്ടുണ്ട്. 2 ആക്ഷൻ ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ അതിൽ ആദ്യം നടന്ന ആക്ഷൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തെ ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലും പറയുന്നത് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഐ വാഷ്ഡ് മൈ കാർ ആഫ്റ്റർ മൈ ഫ്രണ്ട് ഡാഷ്. ഹാഡ് ഗോൺ വരുമോ, വെൻ വരുമോ, ഗോ വരുമോ? ഇവിടെ എന്താ ആദ്യത്തെ ആക്ഷൻ ഏതാ? എൻ്റെ ഫ്രണ്ട് പോയതിന് ശേഷമാണ് ഞാൻ കാർ വാഷ് ചെയ്തത് അല്ലേ? അപ്പോൾ ആദ്യത്തെ ആക്ഷൻ എൻ്റെ ഫ്രണ്ട് പോയതാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എന്താ വരിക? ഹാഡ് ഗോൺ വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി വെൻ ഹി ലിവ്ഡ് ഇൻ ഹൈദരാബാദ് ഹി ഡാഷ് ടു ദ സിനിമ വൺസ് എ വീക്ക്. ഇവിടെ നോക്കൂ, വെൻ ഹി ലിവ്ഡ് ഇൻ ഹൈദരാബാദ്, ലിവ്ഡ് ആണ്. ഇവിടെ നോക്കൂ, ഞാൻ പറഞ്ഞിട്ടുണ്ട് മോസ്റ്റ് ഓഫ് ദി ടൈംസിൽ സെൻറ്റൻസ് ഒരു ഭാഗം പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മറ്റേ ഭാഗവും പാസ്റ്റ് ടെൻസ് ആയിരിക്കും. അല്ലെങ്കിൽ മീനിങ് നിങ്ങൾ നോക്കണം. നിങ്ങൾ നോക്കിയിട്ട് മീനിങ് ഒന്ന് വ്യത്യാസം വരുവാണെങ്കിൽ മാത്രമേ ചേഞ്ച് വരത്തുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ടൈം പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റേ വരത്തുള്ളൂ. ഓപ്ഷൻസ് നോക്കൂ, ഗോസ്, വെൻറ്റ്, വാസ് ഗോയിങ്. ഇവിടെ നോക്കൂ, വെൻ ഹി ലിവ്ഡ് ഇൻ ഹൈദരാബാദ്, ഹൈദരാബാദിൽ താമസിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ ജീവിച്ചിരുന്നപ്പോൾ എന്നാണ് അർത്ഥം. ഹി ഡാഷ് ടു ദ സിനിമ വൺസ് എ വീക്ക്. അവൻ ആഴ്ചയിൽ ഒരു ദിവസം സിനിമയ്ക്ക് പോകുമായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് പാസ്റ്റിൽ ഒരു കാര്യം ഹബിച്വലായിട്ട്, അതായത് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും സിനിമയ്ക്ക് അത് സ്ഥിരമായ ഒരു പ്രവൃത്തിയില്ല. അതിനെ നമുക്ക് സിമ്പിൾ പാസ്റ്റിൽ പറയാമെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ആൻസർ എഴുതാം. അല്ലെങ്കിൽ ഇവിടെ പാസ്റ്റിലായതുകൊണ്ട് ഇവിടെ പാസ്റ്റേ വരുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം വരുന്നത് വാസ് ഗോയിങ്ങും പാസ്റ്റാണ്. സോ നമുക്ക് ഈ റൂളും കൂടെ അറിഞ്ഞിരുന്നാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഒരു സ്ഥിരമായിട്ടൊരു ആക്ഷൻ നടക്കുകയാണെങ്കിൽ പാസ്റ്റിൽ നമുക്കതിനെ സിമ്പിൾ പാസ്റ്റിൽ പറയാൻ പറ്റും. അപ്പം ആൻസർ എന്താണ്? വെൻറ്റ്. ക്ലിയർ ആണല്ലോ? ഇനി ഐ ഡാഷ് റഹീം അറ്റ് ദ സൂ യെസ്റ്റർഡേ. ഐ
ഡാഷ് റഹീം അറ്റ് ദ സൂ യെസ്റ്റർഡേ. യെസ്റ്റർഡേ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം സോ ഹാവ് സീൻ സി. ഇത് നമുക്ക് യെസ്റ്റർഡേ ആയതുകൊണ്ട് പാസ്റ്റ് ടൈം തന്നതുകൊണ്ട് പാസ്റ്റ് ടെൻസേ വരത്തുള്ളൂ എന്ന് നമുക്കറിയാം. സോ നമുക്ക് ആൻസർ സായ ആയിരിക്കും. ക്ലിയർ ആണല്ലോ, സായാണ് ആൻസർ. ഇനി 6ാമത്തെ, ഐ ഹാഡ് ഡാഷ് മൈ വർക്ക് വെൻ മൈ അങ്കിൾ അറൈവ്ഡ്. ഇവിടെ നോക്കൂ, ഐ ഹാഡ് ഡാഷ് മൈ വർക്ക് വെൻ മൈ അങ്കിൾ അറൈവ്ഡ്. എൻ്റെ അങ്കിൾ വന്നപ്പോഴത്തേനും ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു അല്ലേ. കംപ്ലീറ്റ്, കംപ്ലീറ്റിംഗ്, കംപ്ലീറ്റഡ്. ഇവിടെയും 2 ആക്ഷൻ ഉണ്ട്. ആദ്യത്തെ ആക്ഷൻ ഏതാ? ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതാണ് അല്ലേ. അങ്കിൾ വന്നപ്പം എൻ്റെ വർക്ക് കംപ്ലീറ്റഡ് ആയി. അപ്പം നമ്മുടെ ആദ്യത്തെ ആക്ഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പം നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റേ വരുള്ളൂ എന്ന് നമുക്കറിയാം. അല്ലെങ്കിലും ഹാഡോ ഹാവോ ഹാസോ വന്നു കഴിഞ്ഞാൽ V3 വരുള്ളൂ എന്ന് നമുക്കറിയാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്, കംപ്ലീറ്റിംഗ്, കംപ്ലീറ്റഡിൽ കംപ്ലീറ്റഡേ വരുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് രണ്ട് രീതിയിൽ ഇത് ആൻസർ കണ്ടുപിടിക്കാം. ഒന്ന്, ഒരു ആക്ഷൻ 2 ആക്ഷൻ നടക്കുമ്പോൾ അതിൽ ആദ്യത്തെ ആക്ഷൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആൻസർ ചെയ്യണം, പറയണം. അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് നമുക്കറിയാൻ പറ്റും ഇവിടെ. അതായത് ഫസ്റ്റ് ആക്ഷൻ ഇതാണ്, ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ വർക്കാണ് അല്ലേ. അല്ലാത്ത പക്ഷം ഹാസോ ഹാവോ ഹാഡോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുള്ളൂ? V3 വരത്തുള്ളൂ നമുക്കറിയാം. അങ്ങനെയും നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആൻസർ എന്താ? കംപ്ലീറ്റഡ്. 7, വെൻ ദേ വെർ ഇൻ കോളേജ് ദേ ഡാഷ് ദിസ് സോങ് ലിവ്. നോക്കൂ, ഹാസ് പെർഫോംഡ്, ഹാവ് പെർഫോംഡ്, ഹാഡ് പെർഫോംഡ്. വെൻ ദേ വെർ ഇൻ കോളേജ് പാസ്റ്റ് ടെൻസ് ആണ്. അവർ കോളേജിലായിരുന്നപ്പോൾ അവർ ഈ ഗാനം ലൈവായിട്ട് പെർഫോം ചെയ്തു എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ സിമ്പിൾ അല്ലേ, പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് പാസ്റ്റിൽ ആക്ഷൻ ഹാഡ് പെർഫോംഡേ വരത്തുള്ളൂ. ക്ലിയർ ആണോ? ഹാഡ് പെർഫോംഡ്. ഇനി ഹി ഹാഡ് ഡാഷ് വിത്ത് ഷെൽഡോൺ ഫോർ 5 years. ഹി ഹാഡ് ഡാഷ് വിത്ത് ഷെൽഡോൺ ഫോർ 5 years. വർക്ക്സ്, വർക്ക്ഡ്, വർക്കിംഗ്. ഹാഡ് വർക്ക്ഡ് വരുമോ, വർക്കിംഗ് വരുമോ? ഹാഡ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചാണ് ഹാഡോ ഹാസോ ഹാവോ വന്നാൽ V3 ഫോമേ വരത്തുള്ളൂ അല്ലേ. V3. അപ്പം എന്താ വരിക? വർക്ക്ഡ്. ക്ലിയർ ആണോ? വർക്ക്ഡ് ആണ് ആൻസർ. ഇനി ഐ ഡാഷ് റണ്ണിങ് എ ഹോട്ടൽ ഫോർ 5 years ബിഫോർ ഐ സ്റ്റാർട്ടഡ് എ ന്യൂ ബിസിനസ്. ഓപ്ഷൻസ് നോക്കൂ, ഹാവ് ബീൻ, ഹാസ് ബീൻ, ഹാഡ് ബീൻ. നോക്കൂ, ഒരു ആക്ഷൻ കംപ്ലീറ്റഡ് ആയി പാസ്റ്റിൽ കുറേ സമയം നടക്കുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ റൂൾ അറിയാമെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കറിയാം ഇവിടെ എന്താ? പാസ്റ്റ് ആയതുകൊണ്ട് ഹാഡ് ബീനേ വരത്തുള്ളൂ. ഹാസും ഹാവും വരുമ്പോൾ പ്രസന്റ് ടെൻസ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ ഐ സ്റ്റാർട്ടഡ് വന്നതുകൊണ്ട് പാസ്റ്റ് ടെൻസ് ആണെന്ന് നമുക്കറിയാമെന്നുള്ളത് നമുക്ക് ഹാഡ് ബീൻ ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഹാഡ് ബീൻ റണ്ണിങ് എ ഹോട്ടൽ. 10, എവരി വൺ ഡാഷ് ക്ലാപ്പിംഗ് ആർ വാസ് വെയർ. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ടൈം കറക്റ്റ് തന്നിട്ടില്ല. അപ്പം നമുക്ക് പാസ്റ്റ് ടെൻസിലും പറയാൻ പറ്റും, പ്രസന്റ് ടെൻസിലും വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ എവരി വൺ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം. എവരി വൺ, എനി വൺ, സം വൺ എന്നൊക്കെ പറയത്തില്ലേ, അവിടെ നമ്മൾ എവരി വണ്ണിൻ്റെ ഇത് വൺ, എവരി വൺ, എവരിബഡി എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും എന്തേ വരുള്ളൂ? സിംഗുലർ വെർബാണ് വരിക. സിംഗുലർ വെർബ്. ഇത് സിംഗുലർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ സിംഗുലർ നോക്കണം. സിംഗുലർ ഏത്? ആറും വേറും പ്ലൂറലാണ് അല്ലേ. പ്ലൂറലിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആൻസർ എന്താ വരിക? വാസ് ആയിരിക്കും വരിക. ക്ലിയർ ആണോ? വാസ്. എവരി വൺ വാസ് ക്ലാപ്പിംഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോണം. രാജു വാസ് ഡാഷ് ദ ഗിറ്റാർ ആഫ്റ്റർ ക്ലാസ്സസ്. ഓപ്ഷൻസ് നോക്കൂ, പ്രാക്ടീസ്ഡ്, പ്രാക്ടീസ്, പ്രാക്ടീസിങ്. രാജു വാസ് ഡാഷ് ദ ഗിറ്റാർ ആഫ്റ്റർ. ക്ലാസ് കഴിഞ്ഞിട്ട് രാജു പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അത് കണ്ടിന്യൂസ് ആക്ഷൻ അല്ലേ. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്കറിയാം പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. അവിടെ അല്ലാതെ നമുക്ക് പറയാം വാസ് കഴിഞ്ഞിട്ട് ING വരും. ആം, ഈസ്, ആർ, വാസ്, വെയർ. ഈ 5 വേർഡ്സും കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വരിക? കണ്ടിന്യൂസ് ആ വരിക. അതായത് വെർബ് പ്ലസ് ING വരും. അങ്ങനെ വരുമ്പോഴും നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും പ്രാക്ടീസിങ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ? പ്രാക്ടീസിങ്. ദ ബേബി വാസ് ലാഫിങ് വെൻ ഐ ഡാഷ് ഇൻ ടു ദ റൂം. നോക്കൂ, ദ ബേബി വാസ് ലാഫിങ് എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് ചിരിക്കുകയായിരുന്നു. അത് കണ്ടിന്യൂസ് ആക്ഷൻ. അതാണ് കണ്ടിന്യൂസ് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഇതിൽ സെൻറ്റൻസിലും പറഞ്ഞതാണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് പറഞ്ഞു. വെൻ ഐ ഡാഷ് ഇൻ ടു ദ റൂം. അപ്പം ഒരു കണ്ടിന്യൂസ് ആക്ഷൻ്റെ ഇടയ്ക്ക് ഒരു ആക്ഷൻ നടന്നാൽ അതിന് നമ്മൾ എന്ത് പറയുമെന്ന് പറഞ്ഞു? സിമ്പിൾ പാസ്റ്റിൽ പറയുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമുക്ക് ഇവിടെ എന്താ? സിമ്പിൾ പാസ്റ്റ്. അത് വാസ് ലാഫിങ് വരുമ്പോൾ പാസ്റ്റ് ടെൻസ് വരുള്ളൂ എന്ന് നമുക്കറിയാം. അങ്ങനെ തന്നെ നമുക്ക് കെയ്മെന്ന് ആൻസർ എത്താൻ പറ്റും. ക്ലിയർ ആണോ? കെയ്. 13, മൈ മദർ വാസ് ഡാഷ് എ ഫുഡ് ഫോർ മീ
എക്സാമ്പിൾസ് നോക്കൂ. കുക്സ്, കുക്ക്ഡ്, കുക്കിംഗ്. എൻ്റെ മദർ എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുകയാണ് അല്ലേ. വാസ് തന്നിട്ടുണ്ട്. അപ്പം വാസ് കഴിഞ്ഞാൽ നമുക്കറിയാം വെർ പ്ലസ് ING വരത്തുള്ളൂ എന്ന് നമുക്കറിയാം. ഞാൻ ഒന്നുകൂടെ പറയാം. ആം, ഈസ്, ആർ, വാസ്, വെയർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ING ഫോമേ വരത്തുള്ളൂ എന്ന് നമുക്കറിയാം. അങ്ങനെ നമുക്ക് കുക്കിംഗ് ആൻസർ വരും. ക്ലിയർ ആണല്ലോ. കുക്കിംഗ് ആണ് ആൻസർ. ഇനി വെൻ ഹി ഡാഷ് ഇൻ ടു ദ ഓഫീസ് ദ മാനേജർ ഹാഡ് ലെഫ്റ്റ്. ഓപ്ഷൻസ് നോക്കൂ. ഗെറ്റ്, ഗോട്ട്, ഗെറ്റ്സ്. ഇവിടെ നോക്കൂ. ഹാഡ് ലെഫ്റ്റ്, ദ മാനേജർ ഹാഡ് ലെഫ്റ്റ്. നിങ്ങൾ ഇത് ഡാഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സെയിം സെൻറ്റൻസ് ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം സെയിം ടെൻസേ വരത്തുള്ളൂ. ചില സന്ദർഭങ്ങളിൽ മാത്രം, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ കൂടെ മാത്രമേ നമുക്ക് ടെൻസ് ചേഞ്ച് ആയി വരത്തുള്ളൂ. ബാക്കി പിന്നെ ഫ്യൂച്ചറിലും കുറേ ചേഞ്ചസ് വരും. കറക്റ്റായിട്ട് ഓർത്തോണം. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും വരിക. അല്ലാത്ത പക്ഷം ഫ്യൂച്ചറിൽ അതിൻ്റെ അർത്ഥം അനുസരിച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ അങ്ങനെ വരാൻ കാര്യം എന്താ? ഒരാക്ഷൻ പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ആണെങ്കിൽ, അപ്പം തുടങ്ങുന്നതിന് മുന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മളെപ്പോഴും സിമ്പിൾ പാസ്റ്റിൽ പറയേണ്ടി വരും. അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ മാത്രം ഒരു എക്സെപ്ഷൻ വരുന്നത്. ബാക്കി എല്ലാ സമയത്തും നമ്മുടെ ടെൻസ് നോക്കിയിട്ട് അതേ സെയിം ടെൻസ്, അത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസ് ആണെങ്കിൽ പ്രസന്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസിൽ അർത്ഥം അനുസരിച്ച് മാറി വരും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നോക്കൂ. വെൻ ഹി ഡാഷ് ഇൻ ടു ദ ഓഫീസ് ദ മാനേജർ ഹാഡ് ലെഫ്റ്റ്. ഗെറ്റ്, ഗോട്ട്, ഗെറ്റ്സ്. ആൻസർ എന്താ വരിക? ഇവിടെ ഹാഡ് ലെഫ്റ്റ് വന്നു. ദ മാനേജർ ഹാഡ് ലെഫ്റ്റ്. ആദ്യത്തെ സംഭവം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത്തത് സിമ്പിൾ പാസ്റ്റിലും പറയും. അപ്പോൾ ഇത് വെൻ ഹി ഗോട്ട് ഇൻ ടു ദ ഓഫീസ്. ക്ലിയർ ആണല്ലോ. ആൻസർ ഗോട്ടാണ്. ഇനി മൈ സിസ്റ്റർ ഡാഷ് 5 math പ്രോബ്ലംസ് ബിഫോർ ഐ കംപ്ലീറ്റഡ് 2. നോക്കൂ. ഓപ്ഷൻസ് നോക്കൂ. ഹാസ് സോൾവ്ഡ്, ഹാവ് സോൾവ്ഡ്, ഹാഡ് സോൾവ്ഡ്. ഇവിടെ നോക്കൂ. 2 ആക്ഷൻസ്. ഇത് ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും പരീക്ഷയ്ക്ക് കാണാറുള്ളത്. അതുകൊണ്ടാണ് ഈ പാസ്റ്റ് ടെൻസിൽ കൂടുതലും ചോദിക്കുക ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ 2 ക്ലോസ് തരും. അതിലൊന്ന് സിമ്പിൾ പാസ്റ്റും ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റും ആയിരിക്കും. അപ്പം ഇത് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഇവിടെ ബിഫോർ ഐ കംപ്ലീറ്റഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് മൈ സിസ്റ്റർ ഹാഡ് സോൾവ്ഡ് എന്ന് ആൻസർ കണ്ടെത്താൻ പറ്റും. ക്ലിയർ ആണോ? ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. മോനു ആൻഡ് സോനു ഡാഷ് ഗോയിങ് ഓൺ എ ട്രിപ്പ് ടുമാറോ. നോക്കൂ. ഓപ്ഷൻസ് നോക്കൂ. ആർ, ഈസ്, വാസ്. മോനു ആൻഡ് സോനു ടുമാറോയാണ്, നാളെ ആകുമ്പോൾ നമുക്ക് എന്താ ഒരു പ്ലാൻഡ് ആക്ഷനെ നമുക്ക് കണ്ടിന്യൂസ് ടെൻസിൽ പറയാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കിതിൽ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ആർ അല്ലെങ്കിൽ ഈസേ വരത്തുള്ളൂ എന്ന് നമുക്കറിയാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ വാസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് മോനു ആൻഡ് സോനു ആർ വരുമോ ഈസ് വരുമോ? 2 സബ്ജക്റ്റ് ഇല്ലേ. അപ്പം നമ്മൾ പ്ലൂറലായിട്ട് കൂട്ടിയിട്ട് ആറാണ് ആൻസർ വരിക. ക്ലിയർ ആണോ? ആർ. ഇപ്പം ഒരാളായിരുന്നെങ്കിൽ ഈസ് വരും. ക്ലിയർ ആണല്ലോ. മോനു ഈസ് ഗോയിങ് ഓൺ എ ട്രിപ്പ് ടുമാറോ എന്ന് പറയാം, അല്ലെങ്കിൽ സോനു ഈസ് ഗോയിങ് ഓൺ എ ട്രിപ്പ് ടുമാറോ എന്ന് പറയാം. ഇതിപ്പോൾ മോനു ആൻഡ് സോനു ആർ ഗോയിങ് ഓൺ എ ട്രിപ്പ് ടുമാറോ. ക്ലിയർ ആണല്ലോ. ഇനി ഹി വിൽ ഡാഷ് ഹിസ് വർക്ക് ബൈ ദിസ് ടൈം നെക്സ്റ്റ് വീക്ക്. ഹി വിൽ ഡാഷ് ഹിസ് വർക്ക് ബൈ ദിസ് ടൈം നെക്സ്റ്റ് വീക്ക്. ഓപ്ഷൻസ് നോക്കൂ. ഫിനിഷ്ഡ്, ഹാസ് ഫിനിഷ്ഡ്, ഹാവ് ഫിനിഷ്ഡ്. ഇവിടെ നോക്കൂ. ബൈ ദിസ് ടൈം നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച ഈ സമയം ആകുമ്പോഴത്തേനും ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇത് നിങ്ങൾ അർത്ഥം കുറച്ച് മനസ്സിലാക്കിയാലേ എഴുതാൻ പറ്റുള്ളൂ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച നമ്മൾ ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പാസ്റ്റ് പെർഫെക്റ്റിൽ ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റില്ല. പാസ്റ്റിൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്. ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റും, ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആവുമെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റും ഉപയോഗിക്കാം. അപ്പം നമുക്കിവിടെ നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച ഈ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്, ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുന്നു. അപ്പം നമുക്ക് അടുത്ത ആഴ്ച ഈ ഫിനിഷ് ചെയ്യുന്ന പറഞ്ഞാൽ അടുത്ത ആഴ്ച കംപ്ലീറ്റ് ആവുന്ന ആക്ഷനാണ്. അപ്പം നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് വരണമെന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹീ വിൽ ഡാഷ് എന്ത് വരും? ഹാവ് വരുമോ ഹാസ് വരുമോ? ഹാവേ വരത്തുള്ളൂ. വില്ല് കഴിഞ്ഞിട്ട് എപ്പോഴും ഹാവേ വരത്തുള്ളൂ എന്ന് നമുക്കറിയാം. ഹാസ് വരത്തില്ല. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഹാവ് ഫിനിഷ്ഡ് ആണ് ആൻസർ. വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ഇപ്പോൾ വില്ല് കഴിഞ്ഞിട്ട് ഫിനിഷ്ഡ് വരത്തില്ല. വില്ല് കഴിഞ്ഞ് നമുക്കറിയാം V1 വരത്തുള്ളൂ എന്നറിയാം. അത് കഴിഞ്ഞിട്ട് വില്ല് കഴിഞ്ഞാൽ ഹാസ് വരത്തില്ല എന്ന് നമുക്കറിയാം അല്ലേ. വില്ല് കഴിഞ്ഞിട്ട് ഹാവേ വരത്തുള്ളൂ എന്ന് നമുക്കറിയാം. അങ്ങനെ അറിയാമെങ്കിലും നമുക്ക് ഈ ആൻസർ ഹാവ് ഫിനിഷ്ഡ് എന്ന് എഴുതാം. വേറെ ഒന്നും അറിയത്തില്ലെങ്കിലും ഇത്രയും അറിയാമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. വില്ല് കഴിഞ്ഞിട്ട് ഹാവേ വരത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ V1 വരണം. ഇവിടെ V1 തരാത്തതുകൊണ്ട് V1 കൂടെ തന്നാൽ നമുക്ക് V1 എഴുതാൻ പറ്റില്ല. എങ്കിൽ നമ്മൾ അർത്ഥം കൂടെ മനസ്സിലാക്കി വേണ്ടിയിട്ട് ഓപ്ഷൻ തന്നതനുസരിച്ച് നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഹാവ് ഫിനിഷ്ഡ്. ക്ലിയർ ആണല്ലോ.
ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ദ ട്രെയിൻ ഡാഷ് ലെഫ്റ്റ് ബൈ ദ ടൈം ഷീ റീച്ചസ് ദ സ്റ്റേഷൻ. ഹാവ്, വിൽ ഹാവ്, വുഡ് ഹാവ്. ഓപ്ഷൻസ് നോക്കൂ. ദ ട്രെയിൻ ഡാഷ് ലെഫ്റ്റ് ബൈ ദ ടൈം ഷീ റീച്ചസ് ദ സ്റ്റേഷൻ. ഹാവ്, വിൽ ഹാവ്, വുഡ് ഹാവ്. എന്താ? അവൾ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേനും ട്രെയിൻ പോയിട്ടുണ്ടാകും എന്നാണ് അല്ലേ? ഇവിടെ നോക്കൂ, ഹാഫ് ലെഫ്റ്റ് വരുമോ? വരത്തില്ല. വുഡ് ഹാഫ് ലെഫ്റ്റ് വരുമോ? വരത്തില്ല. എന്തുകൊണ്ടാ? നമുക്ക് ദ ട്രെയിൻ വിൽ ഹാവ് ലെഫ്റ്റ് ബൈ ദ ടൈം ഷീ റീച്ചസ്. അവള് ട്രെയിനിൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേനും ട്രെയിന് പോയിട്ടുണ്ടാവും അല്ലേ? അതായത് അതിനർത്ഥം ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ആവുന്ന ആക്ഷനാണ്. ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ആവുന്ന ആക്ഷൻ നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ്ലി പറയണം. അപ്പോൾ ആൻസർ എന്താ? വിൽ ഹാവ് ആണ് വരിക. വിൽ ഹാവ്. ദ ട്രെയിൻ വിൽ ഹാവ് ലെഫ്റ്റ് ബൈ ദ ടൈം ഷീ റീച്ചസ് ദ സ്റ്റേഷൻ. ക്ലിയർ ആണോ? ഇനി വാണി വിൽ ഹാവ് ബീൻ ഡാഷ് 4 hours ബിഫോർ റീച്ചിങ് ഹോം. നോക്കൂ, ബിഫോർ റീച്ചിങ് ഹോം 4 hours. 4 സിൻസോ വന്നാൽ നമ്മൾ എപ്പോഴും ഓർത്തോണം പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കുമെന്ന് നമ്മൾ ഓർത്തോണം. പെർഫെക്റ്റ് കണ്ടിന്യൂസേ വരത്തുള്ളത്. പാസ്റ്റ് ആണോ പെർഫെക്റ്റ് ആണോ നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കൂ, വിൽ ഹാവ് ബീൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കിനി വിൽ ഹാവ് ബീൻ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്തായി വരത്തുള്ളൂ? ING ഫോമേ വരത്തുള്ളൂ എന്നറിയാം. വിൽ ഹാവ് ബീൻ കഴിഞ്ഞിട്ട് നമ്മൾ വെർബ് പ്ലസ് ING വരണം എന്ന് നമുക്കറിയാം. അങ്ങനെ നമുക്ക് പ്ലേസ്, പ്ലേയിങ്, പ്ലേ അല്ലേ? പ്ലേയിങ് ആണ് ആൻസർ വരിക എന്ന് നമുക്ക് അറിയാം. ക്ലിയർ ആണോ? ഇനി ആൻസർ പ്ലേയിങ് ആണ്. ഷീ ഡാഷ് ടേക്കിംഗ് ഹർ ഡോഗ് ഫോർ എ വാക്ക്. ഓപ്ഷൻസ് നോക്കൂ. ഹാസ്, വിൽ ബി, ഹാഡ്. ഷീ വിൽ ബി വരുമോ ഹാഡ് വരുമോ? ഇവിടെ നോക്കൂ, ടേക്കിംഗ് വരുമ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂസ് വരണം. കണ്ടിന്യൂസ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ആമീസ് ആർ വരും, പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ വാസ് വരും, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് വരണം? വിൽ ബി വരണം. വിൽ ബി ടേക്കിംഗ് ഹർ ഡോഗ് ഫോർ എ വാക്ക്. ക്ലിയർ ആണോ? അപ്പോൾ വിൽ ബി ആണ് ആൻസർ വരിക. രവി വിൽ ഡാഷ് വെയിറ്റിംഗ് ഹിയർ ഫോർ 3 hours by 6 o'clock. ഓപ്ഷൻസ് നോക്കൂ. ഹാസ് ബീൻ, ഹാഡ് ബീൻ, ഹാവ് ബീൻ. ഇവിടെ നോക്കൂ, 3 hours by 6 o'clock. ഇവിടെ 6 മണിയാകുമ്പോഴത്തേന് അവൻ 3 മണിക്കൂറായി രവി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അല്ലേ? അപ്പം നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? പ്രസന്റ് ടെൻസ് അല്ലേ? പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ ഹാസ് ബീൻ വരുമോ ഹാവ് ബീൻ വരുമോ? ബൈ 6 o'clock. ഐ എം സോ സോറി. ഇതിനകത്ത് രവി ബൈ 6 o'clock 6 മണി ആകുമ്പോഴത്തേനാവും. അപ്പം ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വരിക. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പം നമുക്ക് ഇതിനകത്ത് നമുക്ക് എന്താ വരിക? ഹാസ് ബീൻ വരുമോ ഹാഡ് ബീൻ വരുമോ ഹാവ് ബീൻ വരുമോ? ഇവിടെ നോക്കൂ, വിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഹാവ് ബീൻ വെയിറ്റിംഗ് എന്നേ വരുള്ളൂ. ക്ലിയർ ആണോ? രവി വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ 3 hours by 6 o'clock. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആൻസർ എന്താ? വിൽ ഹാവ് ബീൻ. വിൽ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹാവേ വരത്തുള്ളൂ, ഹാവ് ബീനേ വരത്തുള്ളൂ. ഇനി ഐ വിൽ ബി ഡാഷ് ദ മാരത്തോൺ ടുമാറോ. ഐ വിൽ ബി ഡാഷ് ദ മാരത്തോൺ ടുമാറോ. റണ്ണിങ്, റാൻ. വിൽ ബി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു? കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. വി പ്ലസ് ING വരത്തുള്ളൂ. അപ്പം നമുക്ക് റണ്ണിങ് വരും. ക്ലിയർ ആണോ? റണ്ണിങ് ആണ് ആൻസർ. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഹി ഡാഷ് സേ നത്തിങ് ബാഡ് അബൌട്ട് ഹിസ് സുപ്പീരിയർ. ഇതിനകത്ത് ഹി വിൽ സേ വരുമോ ഹാസ് ഹാഡ് വരുമോ? ഇവിടെ നമുക്ക് സേ തന്നിട്ടുണ്ടല്ലേ? സേ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഇവിടെ പ്രസൻറ്റ് ഒന്നെങ്കിൽ പ്രസൻറ്റ് വരണം, അല്ലെങ്കിൽ ഫ്യൂച്ചറേ വരത്തുള്ളൂ അല്ലേ? ING ഇല്ല, V3 ഇല്ല. ഹാസ് ഹാഡ് വരണമെങ്കിൽ നമുക്ക് ഹാസിനും ഹാഡിൻ്റെ കൂടെ V3 വരണം. V3 അല്ല തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്ഷൻ അറിയാം, വില്ലായിരിക്കും ആൻസർ വരിക. ക്ലിയർ ആണോ? വിൽ. ഹി വിൽ സേ നത്തിങ് ബാഡ് അബൌട്ട് ഹിസ് സുപ്പീരിയർ. ക്ലിയർ ആണല്ലോ? ഇനി ഐ വിൽ ബി വാട്ടറിങ് ദ പ്ലാന്റ്സ് ഡാഷ് മോർണിംഗ്. നോക്കൂ, ടുമോറോ, ടുഡേ, യെസ്റ്റർഡേ. ഐ വിൽ ബി വാട്ടറിങ് ദ പ്ലാന്റ്. വിൽ ബി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ. അപ്പം ടുമോറോ അല്ലേ വരത്തുള്ളൂ? ടുമോറോ. ആൻസർ ടുമോറോ ആണ്. രാമ വിൽ ഹാവ് ഡാഷ് ഓൾ ദ സാപ്ലിങ്സ് ഇൻ ദ ഗാർഡൻ ബൈ 6 PM. സാപ്ലിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഈ സസ്യ തൈകളില്ലേ, സസ്യങ്ങളുടെ കുഞ്ഞുങ്ങളില്ലേ, അതിനെയാണ് പറയുന്നത് സാപ്ലിങ്സ്. രാമ വിൽ ഹാവ് ഡാഷ് ഓൾ ദ സാപ്ലിങ്സ്. ഓപ്ഷൻസ് നോക്കൂ. പ്ലാന്റ്, പ്ലാന്റ്സ്, പ്ലാന്റഡ്. ക്ലിയർ ആണോ? ഇവിടെ വിൽ ഹാവ് കഴിഞ്ഞാൽ നമുക്ക് V3 വരുമെന്ന് അറിയാം. പ്ലാന്റഡ് ആണ് ആൻസർ. ക്ലിയർ ആണോ? പിന്നെ ഇത് 6 മണിക്ക് കംപ്ലീറ്റ് ആവുമെന്നുള്ള ഒരു സമയവും തന്നിട്ടുണ്ട്. അപ്പം ഫ്യൂച്ചറിലൊരു ആക്ഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെന്ന് അറിയാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. 26. ഐ വിൽ ഡാഷ് മൈ വർക്ക് ഇൻ ടൈം.
കംപ്ലീറ്റ് കംപ്ലീറ്റഡ്. വിൽ കഴിഞ്ഞിട്ട് എന്തേ വരുള്ളൂ? V1 വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ വരിക? കംപ്ലീറ്റ്. ഷീ വിൽ ഡാഷ് എ ലെറ്റർ നെക്സ്റ്റ് മന്ത്. ഷീ വിൽ ഡാഷ് എ ലെറ്റർ നെക്സ്റ്റ് മന്ത്. റോട്ട്, റൈറ്റ്, റിട്ടൺ. വിൽ കഴിഞ്ഞിട്ട് എന്തേ വരത്തുള്ളൂ? V1 റൈറ്റ്. ഇത് ഓർത്തിരിക്കണം നിങ്ങളിത്. റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? 28. ഇൻ ജാനുവരി രാധ വിൽ ഹാവ് ബീൻ ടീച്ചിങ് അറ്റ് ദി സ്കൂൾ ഡാഷ് 3 years. ഇവിടെ നോക്കൂ, 3 years വരുമോ, സിൻസ് 3 years വരുമോ? ജസ്റ്റ് വരത്തില്ല നമുക്കറിയാം. 4 സിൻസോയെ വരത്തുള്ളൂ. ഒരു പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ കൂടെ 4 സിൻസോയെ വരത്തുള്ളൂ നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 4 ആണോ സിൻസ് ആണോ വരുന്നതെന്ന് നോക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട്, അതായത് 3 വർഷമായി അങ്ങനെ പറയുവാണെങ്കിൽ നമ്മൾ 4 പറയും. 2021 മുതൽ, തിങ്കളാഴ്ച മുതൽ, ചൊവ്വാഴ്ച മുതൽ എന്നുള്ള അർത്ഥം വരും, സിൻസ് വരും. ഇവിടെ നോക്കൂ, 3 വർഷങ്ങളായി അല്ലേ? അറ്റ് ദി സ്കൂൾ ഫോർ 3 years. 3 വർഷങ്ങളായി. ക്ലിയർ ആണല്ലോ? അപ്പം നമുക്ക് എന്ത് വരും? ഇവിടെ ആൻസർ എന്താ വരിക? 4 ആണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? ലുക്ക് അറ്റ് ദോസ് ബ്ലാക്ക് ക്ലൗഡ്സ് ഇറ്റ് ഡാഷ്. ലുക്ക് അറ്റ് ദോസ് ബ്ലാക്ക് ക്ലൗഡ്സ് ഇറ്റ് ഡാഷ്. നോക്കൂ, വിൽ റെയിൻ, ഈസ് ഗോയിങ് ടു റെയിൻ, റെയിൻഡ്. നോക്കൂ, ഇതൊരു പ്രയോഗമാണ്. ലുക്ക് അറ്റ് ദോസ് ബ്ലാക്ക് ക്ലൗഡ്സ് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ എന്ന് വരും. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. ഈ ഒരു പ്രയോഗം നിങ്ങൾ പഠിച്ചു വെച്ചോണം. ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ എന്നൊരു പ്രയോഗമുണ്ട്. അത് വെച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയുവാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ, പ്ലാൻഡ് ആക്ഷൻ ആണെങ്കിൽ ഇത് പ്ലാൻഡ് ആക്ഷൻ പോലെയല്ലേ, മഴ പെയ്യാൻ പോകുന്നു അല്ലേ? അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് പറയാം. മലയാളത്തിൽ പറയുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ എന്ന്, മഴ പെയ്യാൻ പോകുന്നു എന്നുള്ള അർത്ഥം. മനസ്സിലായോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഈസ് ഗോയിങ് ടു റെയിൻ. ക്ലിയർ ആണല്ലോ? ഈസ് ഗോയിങ് ടു റെയിൻ ആണ് ആൻസർ. 30. ദ ട്രെയിൻ ഡാഷ് ബിഫോർ വി റീച്ച് ദ സ്റ്റേഷൻ. ഓപ്ഷൻസ് നോക്കൂ. അറൈവ്സ്, ഹാസ് അറൈവ്ഡ്, ഹാവ് അറൈവ്ഡ്. ഇവിടെ നോക്കൂ, ദ ട്രെയിൻ ഡാഷ് ബിഫോർ വി റീച്ച് ദ സ്റ്റേഷൻ. ഇനി ഇവിടെ 2 സംഭവങ്ങളാണ്, 2 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ ഒന്ന് സ്റ്റേഷനിലെത്തുക, അതിന് പിന്നെ വേറൊരു കാര്യം ട്രെയിൻ എത്തി അല്ലേ? ഇതിൽ 2 ആക്ഷനിൽ ആദ്യം നടന്ന ആക്ഷൻ നമ്മൾ പറഞ്ഞു സിമ്പിളിലും പറയണം, ആദ്യം നടന്ന ആക്ഷൻ പെർഫെക്റ്റിലും, രണ്ടാമത്തെ ആക്ഷൻ സിമ്പിളിലും പറയണം നമുക്കറിയാം. അങ്ങനെ വരുമ്പം നമുക്ക് ഇവിടെ റീച്ച് ദ സ്റ്റേഷൻ ആയതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റ് ആയതുകൊണ്ട് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റേ വരുള്ളൂ നമുക്കറിയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഇവിടെ ഹാസ് അറൈവ്ഡ് ഉണ്ട്, ഹാവ് അറൈവ്ഡ് ഉണ്ട്. നിങ്ങൾ ശരിക്കും നോക്കണം കേട്ടോ. ഇവിടുത്തെ ട്രെയിനാണ്, ട്രെയിനിൻ്റെ കൂടെ ഹാസ് വരുമോ ഹാവ് വരുമോ? ഹാസേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആൻസർ എന്താ വരിക? ഹാസ് അറൈവ്ഡ് ആണ് വരിക. ഇനി ബൈ 2035 AI dash over many of the jobs that people do today. Will be taking, will have taken, took. By 2035 ആകുമ്പോഴത്തേനും, അതെന്ന് പറഞ്ഞാൽ 2035 ആകുമ്പോഴത്തേനും ഓൾമോസ്റ്റ് എല്ലാ ജോബും എടുത്തിട്ടുണ്ടാവുന്നതാണ്. അതായത് AI ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പം ഫ്യൂച്ചറിൽ കംപ്ലീറ്റഡ് അല്ല ആക്ഷൻ. അപ്പം നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റിൽ പറയണം. അപ്പോൾ ഇവിടെ എന്താ? വിൽ ബി ടേക്കിംഗ് ആണെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്, വിൽ ഹാവ് ടേക്കൺ ആണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. അപ്പം നമുക്ക് ആൻസർ എന്താ? വിൽ ഹാവ് ടേക്കൺ ആണ്. ക്ലിയർ ആണോ? ഇനി വാട്ടർ ഡാഷ് അറ്റ് 100 degree Celsius. നമ്മൾ പറഞ്ഞു ജനറൽ ട്രൂത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്തിന് നമുക്ക് എന്ത് പറയാം? സിമ്പിൾ പ്രസൻറ്റിൽ പറയണമെന്ന് പഠിച്ചിട്ടുണ്ട്. ബോയിൽസ്, ബോയിൽ, ബോയിൽഡ്. ഇത് 100 degree Celsius ആകുമ്പോഴത്തേന് വാട്ടർ ബോയിൽ ആവും നമുക്കറിയാം. അപ്പം നമുക്ക് തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റിനകത്ത് നമ്മൾ യെസ് ഫോം ഓഫ് ദ വെർബ് കൂടെ ചേർക്കണമെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാലേ ബോയിൽസ് ആണ് ആൻസർ. അറിഞ്ഞാലേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ബോയിൽസ് ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഇനി ഹി ഡാഷ് അറ്റ് ദ ജിം 3 times a week. നോക്കൂ, ഇതൊരു എക്സസൈസ്ഡ്. ഇത് നിങ്ങൾ ശരിക്കും നോക്കണം. അതായത് 3 times a week. ഇത് ഹബിച്വൽ ആക്ഷൻ, സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ പ്രസൻറ്റിൽ പറയാൻ പറ്റും. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് പറഞ്ഞാൽ ഹീയുടെ കൂടെ എന്തേ വരുള്ളൂ? തേർഡ് പേഴ്സൺ സിംഗുലർ. ഇത് നിങ്ങൾ മറക്കില്ല, ഇതും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. തേർഡ് പേഴ്സൺ സിംഗുലർ എക്സർസൈസസേ വരത്തുള്ളൂ. തേർഡ് പേഴ്സൺ സിംഗുലർ ആകുമ്പം ഹീ, ഷീ, ഇറ്റിൻ്റെ കൂടെ നമ്മൾ വെർബിൻ്റെ എസ് ഫോം ചേർക്കണം. അപ്പോൾ എക്സർസൈസ് ആണ് ആൻസർ എന്ന് നമുക്കറിയാം. ക്ലിയർ ആണല്ലോ? ഇനി റോഹിത് ഡാഷ് ഇൻ ക്ലാസ് 9th. സ്റ്റഡീഡ്, സ്റ്റഡി, സ്റ്റഡീസ്. ഇവിടെ നോക്കൂ, ക്ലാസ് 9th രോഹിത്ത് പഠിക്കുന്നു. അപ്പം നമുക്ക് എന്താ വരിക? സിമ്പിൾ പ്രസൻറ്റ് അല്ലേ? അപ്പം ഇവിടെയും തേർഡ് പേഴ്സൺ സിംഗുലറാണ്, സ്റ്റഡീസ് വരും. ക്ലിയർ ആണല്ലോ? ആൻസർ സ്റ്റഡീസ്.
ഷീ ഓപ്പൺസ് ദ മിസ്റ്റീരിയസ് ബോക്സ് ആൻഡ് ഡാഷ് എ ട്രഷർ മാപ്പ് ഇൻസൈഡ്. ക്ലിയർ ആണല്ലോ. ഓപ്ഷൻസ് നോക്കൂ. ഫൈൻഡ്, ഫൈൻഡ്സ്, ഫൗണ്ട്. ഷീ ഓപ്പൺസ് ദ മിസ്റ്റീരിയസ് ബോക്സ് ആൻഡ് ഡാഷ് എ ട്രഷർ മാപ്പ് ഇൻസൈഡ്. ഇവിടെ രണ്ട് സെൻറ്റൻസും നമുക്ക് സിമ്പിൾ പ്രസൻറ്റും ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ആൻഡ് ഫൈൻസ് ആണ് വരിക. ഫൈൻസ് എ മാപ്പ്. ക്ലിയർ ആണോ? എന്തുകൊണ്ടാണ് ഫൈൻസ് വരുന്നത്? ഇവിടെ ഷീ ഫൈൻസ് ആണ്. ആൻഡ് കഴിഞ്ഞിട്ട് വരുമ്പം ഇവിടെ അതിനർത്ഥം എന്താണ്? ഷീ ഓപ്പൺസ് ദ മിസ്റ്റീരിയസ് ബോക്സ് ആൻഡ് ഷീ ഫൈൻസ് ദ ട്രഷർ മാപ്പ് ഇൻസൈഡ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ എങ്ങനെയാണ് നമ്മൾ വെർബ് കണ്ടുപിടിക്കേണ്ടത്? ഇത് നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് പഠിച്ചോണം. ഇതും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഷീ നോക്കൂ. ഇവിടെ ദേ ആണെങ്കിൽ ഇവിടെ ഫൈൻഡ് വരും. എന്തുകൊണ്ടാണ്? ഇവിടെ ആൻഡ് കഴിഞ്ഞിട്ട് ദേ ആണ് വരിക. ഷീ ഓപ്പൺസ് ദ മിസ്റ്റീരിയസ് ബോക്സ് ആൻഡ് ഇതിനർത്ഥം ഷീ എന്നും കൂടെ ഉണ്ട് അവിടെ. ആൻഡ് എടുക്കുന്നതാണ് നമ്മൾ ഷീ അണ്ടർസ്റ്റുഡ് ആണ്, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ആൻഡ് കഴിഞ്ഞിട്ട് ഡാഷ് വരുവാണെങ്കിൽ നമ്മൾ ടെൻസ് നോക്കേണ്ടത് നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസിൽ തന്നിട്ടുള്ളത് ഏതാ സെൻറ്റൻസ് ഉള്ള സബ്ജക്റ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ വെർബ് ചൂസ് ചെയ്യാൻ. ഏത് വെർബ് വേണം. ഇവിടെ തേർഡ് പേഴ്സൺ സിംഗുലർ ആൻഡ് നമുക്ക് ഫൈൻസ് വരും. ക്ലിയർ ആണല്ലോ. ഇപ്പം ആൻഡ് ഷീ ഓപ്പൺസ് ദ മിസ്റ്റീരിയസ് ബോക്സ് ആൻഡ് ദേ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഫൈൻഡ് എഴുതണം. ഇവിടെ ദേ തരാത്തതുകൊണ്ട് അതിനർത്ഥം ഷീ തന്നെയാണ് തുറന്നത്, അവൾ തന്നെയാണ് തുറന്നത്. ക്ലിയർ ആണല്ലോ. അങ്ങനെ വരുമ്പോൾ ഫൈൻസ് ആണ് ആൻസർ വരിക. ഇനി ദ സ്റ്റുഡൻസ് ആർ ഡാഷ് ദ സോങ്സ്. പെർഫോമിങ്, പെർഫോംസ്, പെർഫോംഡ്. ആൻസർ നോക്കൂ. പെർഫോമിങ്. സ്റ്റുഡൻസ് ആറ് കഴിഞ്ഞിട്ട് നമുക്കറിയാം പെർഫോമിങ്ങേ വരത്തുള്ളൂ നമുക്കറിയാം. ക്ലിയർ ആണല്ലോ. ആറോ ആം, ഈസ്, ആർ, വാസ്, വെയർ കഴിഞ്ഞ ING ഫോം ഓഫ് ദ വെർബ് വരും നമ്മൾ പഠിച്ചു. ദ ടീച്ചേഴ്സ് ഡാഷ് പ്ലാനിങ് ടു ഡാൻസ് ഓൺ ചിൽഡ്രൻസ് ഡേ. ഓപ്ഷൻസ് നോക്കൂ. ടീച്ചേഴ്സ് എന്ത് പറഞ്ഞു? ING ഫോം വരുവാണെങ്കിൽ അതിന് മുന്നേ ആർ, ഈസ്, വാസ് അല്ലേ വരത്തുള്ളൂ. അപ്പോൾ ഇത് മൂന്നിൽ ഏത് വേണമെങ്കിലും വരാം. ഏത് വേണമെങ്കിലും വരത്തില്ല. ഈസും വാസും വരത്തില്ല. എന്തുകൊണ്ടാണ്? ദ ടീച്ചേഴ്സ് ആണ്. എന്തുകൊണ്ടാണ്? പ്ലൂറലാണ്. ടീച്ചേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറലിൻ്റെ കൂടെ നമ്മൾ ആറേ വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ആൻസർ അങ്ങനെ കണ്ടുപിടിക്കാം. ആറെന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ ചിൽഡ്രൻസ് ഡേക്ക് വേണ്ടി ഒരു പ്ലാൻഡ് ആക്ഷനാണ്. അതിന് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയാമെന്ന് പറഞ്ഞിട്ട് ആർ പ്രസൻറ്റ് കണ്ടിന്യൂസ് വരുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ ആറാണോ ഈസ് ആണോ എന്ന് കൺഫ്യൂസ് വരുമ്പോൾ അത് നമുക്ക് ടീച്ചേഴ്സ് നോക്കിയേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്ലൂറൽ ആയതുകൊണ്ട് 6 വരും. ക്ലിയർ ആണല്ലോ. 38. ഇത് കറക്റ്റ് ഇതുപോലെ നോക്കിയിരുന്നു. അതാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. മൈ ഡോട്ടർ ഡാഷ് വർക്കിംഗ് ഓൺ ഹെർ സയൻസ് പ്രോജക്റ്റ്. ആർ, ഈസ്, വാസ്. എന്താ? പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മൈ ഡോട്ടർ ഈസേ വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ. മൈ ഡോട്ടർ ഈസ്. ഇവിടെ എം ക്യാപിറ്റൽ ലെറ്റർ ആണ്. ക്യാപിറ്റൽ ലെറ്റർ ആക്കിക്കോണം. ഓക്കെ, സോറി, അത് സ്മോൾ ലെറ്റർ ആയിപ്പോയി. ആൻസർ ഈസ് ആണ്. മൈ ഡോട്ടർ സിംഗുലർ അല്ലേ? സിംഗുലർ ആകുമ്പോൾ ഈസേ വരത്തുള്ളൂ. ഷീ ഈസ് ഡാഷ് ഫോർ ദ ഫൈനൽ ഓഡീഷൻ. പ്രാക്ടീസിങ്, പ്രാക്ടീസ്ഡ്, പ്രാക്ടീസ്. ഈസ് കഴിഞ്ഞ് എന്തേ വരുള്ളൂ? പ്രാക്ടീസിങ്. വെർ പ്ലസ് ING നമുക്കറിയാം. പ്രാക്ടീസിങ്. ഇനി വി ഹാവ് ഡാഷ് വാച്ചിങ് ദിസ് മൂവി ഫോർ 2 hours. ഇതും for 2 hours 2 മണിക്കൂറായി ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമുക്കിത് എന്താ വരിക? ഹാവ് വന്നുകൊണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് അറിയാം. അതിൻ്റെ കൂടെ എന്താ വരിക? ബീയിങ് വരുമോ, ജസ്റ്റ് വരുമോ, ബീൻ വരുമോ? ഹാവ് ബീൻ ആണ് വരിക അല്ലേ? ഹാവ് ബീൻ വാച്ചിങ് ദിസ് മൂവി for 2 hours. ക്ലിയർ ആണല്ലോ. ബീൻ. അത് എപ്പോഴും എല്ലാത്തിലും അങ്ങനെ തന്നെയല്ലോ. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും ഹാവ് കഴിഞ്ഞിട്ട് ബീൻ വരും. ഹാവ് അല്ലെങ്കിൽ പാസ്റ്റിലാണെങ്കിൽ ഹാഡ് കഴിഞ്ഞിട്ട് ബീൻ വരും. ക്ലിയർ ആണല്ലോ. ഷീ ഹാസ് ബീൻ ഡാഷ്. ഇത് നോക്കും, ഇവിടെ നോക്കും. ഹാസ് ബീൻ വന്നിട്ടുണ്ട്. ഹാസ് ബീൻ കഴിഞ്ഞാൽ അടുത്തെന്താ വരിക? വെർ പ്ലസ് ING. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കാനുള്ള. വെർ പ്ലസ് ING തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ എഴുതാം. ടു ദ ന്യൂസ് നോൺ സ്റ്റോപ്പ് സിൻസ് കോൺഫ്ലിക്റ്റ് ബിഗൻ. നോക്കൂ. ലിസണിങ്, ലിസണിങ് ING ഫോം നമുക്കറിയാം. ING ഫോമേ വരത്തുള്ളൂ. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് ഡാഷ് 2010. ഇവിടെ നോക്കൂ. സിൻസ് ഫോർ ജസ്റ്റ് ഞാൻ പറഞ്ഞു 2010 മുതൽ എന്ന് വന്നു കഴിഞ്ഞാൽ സിൻസ് മൺഡേ മുതൽ. ഇപ്പം 3 years 5 years എന്ന് വരും. സിൻസ് 2010, സിൻസ് മെയ്, സിൻസ് മൺഡേ, അങ്ങനെ വരുമ്പോൾ സിൻസ് വരും. ഇവിടെ അപ്പോൾ നമുക്ക് സിൻസ് വരും. ക്ലിയർ ആണല്ലോ. ഇനി അതായത് പോയിന്റ് ഓഫ് ടൈമും പർട്ടിക്കുലർ ടൈമും. പോയിന്റ് ഓഫ് ടൈം വന്നാൽ സിൻസും, പോയിന്റ് ഓഫ് ടൈം എന്ന് കറക്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൻസും, പർട്ടിക്കുലർ ടൈം അതായത് ഒരു 3 മാസമായി 4 മാസം എന്ന ഒരു പർട്ടിക്കുലർ ആയിട്ട് ടൈം പറയുകയാണ് നമുക്ക് 4 ഉപയോഗിക്കാം. ക്ലിയർ ആണോ? രാമു ആൻഡ് രാധ ഡാഷ് ബീൻ പ്ലാനിങ് ടു ഗോ ടു ഹൈദരാബാദ് നെക്സ്റ്റ് വീക്ക്. ഇവിടെ നോക്കൂ. ഹാഡ്, ഹാസ്, ഹാവ്. ഇവിടെ നമുക്ക് നെക്സ്റ്റ് വീക്കാണ്. അപ്പം നമുക്ക് ഓൾറെഡി പ്ലാൻ ചെയ്തത് നമുക്ക് പ്രസൻറ്റ് ടെൻസിൽ പറയാം. അപ്പം ഹാസ് വരുമോ, ഹാവ് വരുമോ? ഇവിടെ ഹാവേ വരത്തുള്ളൂ. എന്തുകൊണ്ടാണ്? രാമു ആൻഡ് രാധ. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഹി ഹാസ് ബീൻ സിറ്റിംഗ് ഹിയർ ഡാഷ് 3 hours.
സിൻസ് ഫോർ ജസ്റ്റ്. ഞാൻ പറഞ്ഞു മുകളിൽ പറഞ്ഞ പോലെ 3 മണിക്കൂറായി എന്നുള്ള അർത്ഥം വരുമ്പോൾ നമുക്ക് 4 വരും ആൻസർ. ക്ലിയർ ആണല്ലോ. രാജ ഹാസ് ജസ്റ്റ് ഡാഷ് ഔട്ട് ടു ദ മാർക്കറ്റ്. ഹാസ്, ജസ്റ്റ്, സോ ഫാർ, അങ്ങനെ കുറേ വേർഡ് നമ്മൾ പഠിച്ചു. അത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തേ വരുള്ളൂ, പെർഫെക്റ്റേ വരുള്ളൂ, പ്രസൻറ്റ് പെർഫെക്റ്റേ വരുള്ളൂ എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഹാസ് കഴിഞ്ഞിട്ട് നമുക്ക് V3 വരണം. അങ്ങനെ വരുമ്പോഴും ഗോ വെൻറ്റ് ഗോൺ, V3 ഗോൺ ആണ്. അങ്ങനെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് വന്നതുകൊണ്ട് നമുക്ക് ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റേ വരുള്ളൂ നമുക്കറിയാം. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. ഹി ഹാസ് ബീൻ സ്റ്റെയറിങ് അറ്റ് ദ വാൾ എവർ സിൻസ് ഹി ഡാഷ് ദ ന്യൂസ്. ഹിയേഴ്സ്, ഹിയർഡ്. ഹി ഹാസ് ബീൻ സ്റ്റെയറിങ് അറ്റ് ദ വാൾ എവർ സിൻസ്. നോക്കൂ, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എങ്ങനെയാണ്? ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം എവർ സിൻസ് ഹിയർഡ് ദ ന്യൂസ് അല്ലേ വരത്തുള്ളൂ. എന്തുകൊണ്ടെന്നാൽ പാസ്റ്റിൽ ഇത് അവൻ ന്യൂസ് കേട്ടു, എന്നിട്ട് അതും ആ സമയം മുതൽ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വാളിൽ ചുമരിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതൊരു എക്സെപ്ഷനാണ്, നിങ്ങൾ ഓർത്ത് വെച്ചോണം. അല്ലെങ്കിൽ ഹാസ് ബീൻ വന്നതുകൊണ്ട് നമ്മൾ ഇതേ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, അതായത് പ്രസൻറ്റൻസ് വന്നാൽ പ്രസൻറ്റൻസേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് പ്രസൻറ്റൻസ് എഴുതി കളയരുത്. ഇതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എപ്പോഴും എങ്ങനെയാണ് വരിക? ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങിയിട്ട് പിന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ പാസ്റ്റിൽ ഒരു ആക്ഷൻ തുടങ്ങുകയാണെങ്കിൽ അത് പാസ്റ്റിലത്തെ കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പറയണ്ടേ. അതുകൊണ്ടാണ് ഇവിടെ സിൻസ് കഴിഞ്ഞിട്ട് ഹിയേർഡ് വരുന്നത്, ഹിയേർഡ് ദ ന്യൂസ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഹിയേർഡ് ആണ് വരിക. ഹി ഹാസ് ബീൻ സ്റ്റെയറിങ് അറ്റ് ദ വാൾ എവർ സിൻസ് ഹി ഹിയർഡ് ദ ന്യൂസ്. അതായത് പാസ്റ്റിലൊരു ആക്ഷൻ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലാണ്. പാസ്റ്റിലാണ് ആ കാര്യം കേട്ടതിന് ശേഷമാണ് ഇദ്ദേഹം വാളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഹിയേർഡ് എന്നുള്ളത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് എഴുതണം. ഇതൊന്നും മറക്കരുത്. ഇത് കൂടുതൽ ഡിഗ്രി ലെവലിനായിരിക്കും ചോദിക്കുക. ഇനി ഹി ഡാഷ് ഈറ്റൻ ഓൾ ദ കുക്കീസ്. ഹാവ്, ഈസ്, ഹാസ്. നോക്കൂ, ഒരു ആക്ഷൻ ഈറ്റൻ വന്നിട്ടുണ്ട്, വേറെ നോക്കണ്ട, ആക്ഷൻ നോക്കണ്ട. ഈറ്റൻ വന്നതുകൊണ്ട് V3 ആയതുകൊണ്ട് നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവേ വരത്തുള്ളൂ എന്നറിയാം. അപ്പം ഇവിടെ എന്താ വരിക? ഹി ആയതുകൊണ്ട് ഹിയുടെ കൂടെ ഹാസേ വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി ഐ ഹാവ് ഡാഷ് ഓൾ മൈ ഹോംവർക്ക്. കംപ്ലീറ്റഡ്, കംപ്ലീറ്റ്സ്. ഐ ഹാവ് കഴിഞ്ഞിട്ട് V3 വരത്തുള്ളൂ, കംപ്ലീറ്റഡ് അല്ലേ വരുള്ളൂ, അല്ലേ? കംപ്ലീറ്റഡ് ഓൾ മൈ ഹോംവർക്ക്. അപ്പോൾ നമുക്ക് ആൻസർ എന്താ? കംപ്ലീറ്റഡ്. ഹി ഡാഷ് ഇൻ ലണ്ടൻ ഫോർ 3 years വെൻ ഹി ഹാഡ് ടു ലീവ് ഡ്യൂ ടു പേഴ്സണൽ റീസൺസ്. ഓപ്ഷൻ നോക്കൂ. ഹാസ് ബീൻ ലിവിങ്, ഹാവ് ബീൻ ലിവിങ്, ഹാഡ് ബീൻ ലിവിങ്. ഇവിടെ നമ്മൾ പാസ്റ്റ് ഉണ്ട്, പ്രസൻറ്റൻസ് ഉണ്ട്. ഹാഡ് ബീൻ ലിവിങ് എന്താ? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും. ഹാസ് ബീൻ ലിവിങ്ങും ഹാവ് ബീൻ ലിവിങ്ങും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസാണ്. ഇവിടെ നോക്കൂ, അപ്പോൾ നമ്മൾ അർത്ഥം നോക്കണം. ഹി ഡാഷ് ഇൻ ലണ്ടൻ ഫോർ 3 years. ഇത് 3 years വന്നുകൊണ്ട് നമുക്ക് ഉറപ്പാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസേ വരുള്ളൂ. ഇനി പാസ്റ്റ് ആണോ പ്രസൻ്റ് ആണോ നമ്മൾ കണ്ടുപിടിക്കണം. വെൻ ഹി ഹാഡ് ടു ലീവ് ഡ്യൂ ടു പേഴ്സണൽ റീസൺ. ഇവിടെ നോക്കൂ, ഹി ഹാഡ് ടു ലീവ്. അവന് അവൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ട് അവിടുന്ന് പോകുന്നതിന് മുമ്പ് അല്ലേ, പോയപ്പോൾ. അതായത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം അവിടുന്ന് പോയപ്പോൾ അവൻ അവിടെ 3 വർഷമായി ജീവിക്കുകയായിരുന്നു. അപ്പോൾ പോയപ്പോൾ എന്ന് പറയുമ്പോൾ ഹി ഹാഡ് ടു ലീവ് എന്ന് പറഞ്ഞപ്പം ഇവിടെ എന്താ? ഹാഡ് വന്നിട്ടുണ്ട്, പാസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം. അപ്പം നമുക്കിവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസേ വരത്തുള്ളൂ. അപ്പം നമുക്ക് ഹാഡ് ബീൻ ലിവിങ് ആണെന്ന് അറിയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഹാഡ് ബീൻ ലിവിങ്. അതിനർത്ഥം എന്താ? ഹി ഹാഡ് ബീൻ ലിവിങ് ഇൻ ലണ്ടൻ ഫോർ 3 years വെൻ ഹി ഹാഡ് ടു ലീവ് ഡ്യൂ ടു പേഴ്സണൽ റീസൺ. അവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ട് അവൻ ലണ്ടൻ വിട്ടപ്പോൾ അവൻ അവിടെ 3 വർഷമായി ജീവിക്കുകയായിരുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഐ ഹാവ് ഡാഷ് ഇൻ പൂനെ ഫോർ 1 week. ഐ ഹാവ് കഴിഞ്ഞിട്ട് എന്താ വരിക? വാസ് വരുമോ, ആർ വരുമോ, ബീൻ വരുമോ? ബീൻ വരും, V3. ഇത് ബീനാണ് കേട്ടോ. ബി കഴിഞ്ഞിട്ട് വാസ്, വെയർ, ബീൻ, 3 ഫോം പറയുകയാണെങ്കിൽ. അപ്പോൾ ബീൻ V3 ആണ്. ഐ ഹാവ് ബീൻ ഇൻ പൂനെ ഫോർ 1 week. അതിനർത്ഥം ഞാൻ പൂനെയിൽ ഒരാഴ്ച ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഞാൻ ഒരാഴ്ച പൂനെയിലുണ്ടായിരുന്നു, അതാണ് അതിനർത്ഥം. ക്ലിയർ ആണല്ലോ? അപ്പം ബീനാണ് ആൻസർ വരിക. അല്ല, നമ്മൾ ഹാവ് കഴിഞ്ഞിട്ട് ഒരു ബീൻ വരും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പെർഫെക്റ്റിൽ. ആ ബീന് നിങ്ങൾ ഓർത്തിട്ട് എഴുതിയാലും ആൻസർ ഇറക്കും. പക്ഷേ ആ ബീനല്ല, ഇത് V3 ആയിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ?
ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് പറയാം. കമൻറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നതാണ്. അതിനെ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമെങ്കിൽ നമ്മൾ കണ്ടെത്തി തരും. ക്ലിയർ ആണല്ലോ. ഇതോടുകൂടി നമ്മുടെ ടെൻസ് കംപ്ലീറ്റ് ആയി. ടെൻസ് നമ്മൾ മൊത്തത്തിൽ പഠിച്ചിട്ടുണ്ട് 15 വീഡിയോയിലായിട്ട്. ഫസ്റ്റ് നമ്മൾ 2-3 വീഡിയോസ് നമ്മൾ ബേസിക്സ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെൻസിന് വേണ്ടി തന്നെയുള്ള ബേസിക്സ് ആയിരുന്നു, സെൻറ്റൻസ് സ്ട്രക്ചറും ഒക്കെ പഠിച്ചു. എന്നിട്ട് നമ്മൾ ഇത് ടെൻസ് ഇന്നത്തോടുകൂടി കംപ്ലീറ്റ് ആയി. ക്ലിയർ ആണല്ലോ. അപ്പം എല്ലാവരും നല്ലോണം പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.